എല്ലാവർക്കും ചിങ്കാൻമയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പോൾ ദേ ഇന്നുണ്ടല്ലോ നല്ലൊരു നാടൻ ചൂരമീൻ കറിയാണ് തയ്യാറാക്കിയെടുത്തുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈ കപ്പയുടെ കൂടിയും അതുപോലെ തന്നെ നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് വാച്ച് ചെയ്യണം കേട്ടോ. ഇനി ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ട്ടാ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ. അപ്പോൾ അതിനായിട്ടുണ്ടല്ലോ ആദ്യം തന്നെ നമ്മൾ ചൂരതേ ഇതേപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുണ്ടല്ല നമ്മുടെ സാധാരണ കോൽപ്പുളിയില്ലേ അത് ഒരു നാരങ്ങ വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി ചെറുള്ളി ഒരു 6 എണ്ണം അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തതും മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ഈ മീൻ കഷ്ണങ്ങളും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി ഉണ്ടല്ലോ അതിൻ്റെ വെള്ളം ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടേ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അത് ഉടഞ്ഞു പോകരുത്. ഇനി ഇതിലേക്കുണ്ടല്ലോ ചതച്ച് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടി അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഞാനിവിടെ ഒരു 3 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഉണ്ടല്ലോ മല്ലിപ്പൊടി അത് നമ്മളിവിടെ ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പം ഞാനിവിടെ കയ്യിൽ വെച്ചിട്ട് സാവധാനമാണ് മിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ വേണമെങ്കിൽ കൈ വെച്ചിട്ടും മിക്സ് ചെയ്തെടുക്കാം. ഒരിക്കലും മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകരുത് കേട്ടോ. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള പുളിവെള്ളം ഉണ്ടല്ലോ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ആ പുളിവെള്ളമൊക്കെ എല്ലാതും നമ്മൾ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് വെച്ചൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കറിവേപ്പിലയും അതുപോലെ തന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ടിട്ട് ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് ഇവിടെ കുറുകിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ. പിന്നെ ഒരു എന്താ പറയുക മുളക് അതൊന്ന് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു മീൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല കപ്പയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് ദിവസമൊക്കെ ഈ മീൻ കറി ഇരിക്കും കേട്ടോ. അപ്പോൾ ഇരിക്കും തോറും അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കൂടി വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.